അവർ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എന്തുവാ നമുക്ക് നീതി കിട്ടി. കോടതി വിധിയിൽ തൃപ്തിയാണോ? വെറുതെ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ അമ്മയായിട്ട് കണ്ണീര് കുടിപ്പിക്കുന്നതിനും എന്തോ ആയിക്കോട്ടെ, എങ്ങനെയുള്ളതും ആയിക്കോട്ടെ, ഒരു മകൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. നന്നായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ കേസിൽ ഇവിടെ ഇങ്ങനൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞത്. ആ അമ്മയുടെ കണ്ണുനീർ തോരില്ല. എങ്കിലും 2 വർഷം മുമ്പ് തൻ്റെ കൺമുന്നിൽ വെച്ച് ഇല്ലായ്മ ചെയ്ത മകനെ കൊല ചെയ്യപ്പെട്ടവർക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുമ്പോഴും സന്തോഷമായിരുന്നില്ല അമ്മയുടെ മുഖത്ത്. 2022 സെപ്റ്റംബർ 17 കുന്നിക്കോട് സ്വദേശിയായ ലക്ഷ്മിയുടെ മകൻ 35 വയസ്സുള്ള അനിൽകുമാറിനെ അയൽവാസികളായ സലാഹുദ്ദീനും മകൻ ദമീജും ചേർന്ന് കൊല ചെയ്യുന്നത്. കേസിലെ ഏക സാക്ഷി അമ്മയായ ലക്ഷ്മിയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ലക്ഷ്മിയുടെ ഭർത്താവിന് ഓർമ്മയില്ലാതെ കിടക്കുമ്പോഴായിരുന്നു ആക്രമണം. കൃത്യം നടത്തിയ ശേഷം തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് സലാഹുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് റിമാൻഡ് തടവുകാരായി അച്ഛനും മകനും ജയിലിൽ കഴിയുകയായിരുന്നു. ഇതിനിടെയാണ് സലാഹുദ്ദീനെയും മകൻ ദമീജിനെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചുകൊണ്ടുള്ള SC/ST പ്രത്യേക കോടതിയുടെ വിധി വരുന്നത്. അനിൽകുമാറിൻ്റെ പറമ്പിലെ മുറിച്ച മരത്തിൻ്റെ ചില്ലകൾ അയൽവാസികളായ സലാഹുദ്ദീൻ്റെ മുറ്റത്ത് വീണതിനെ ചൊല്ലിയുള്ള തർക്കമാണ് പിന്നീട് സംഘർഷത്തിലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഇത്ര വലിയ ക്രൂരതയിലും എത്തിച്ചത്. അമ്മയായിട്ട് കണ്ണീര് കുടിപ്പിക്കുന്നതിനും എന്തോ ആയിക്കോട്ടെ, എങ്ങനെയുള്ളതും ആയിക്കോട്ടെ, ഒരു മകൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കേസിൽ സഹായിച്ചത് പിന്നെ DSP വിജയകുമാർ സാറ്, പബ്ലിക് പ്രോസിക്യൂട്ടർ നന്നായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ കേസിൽ ഇവിടെ ഇങ്ങനൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നീ കാശ് കൊടുത്ത് പിന്നെ തീർക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ആട്ടിക്കൂട്ടി കേസ് അങ്ങ് ഒത്തുതീർപ്പാക്കുക, അങ്ങനെയുള്ള പരിപാടിയാണ് നടക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ ഈ കേസിൽ അതൊക്കെ സംഭവം വന്നിരുന്നു, അങ്ങനെയുള്ള വിളിയൊക്കെ വന്നിരുന്നു. പക്ഷെ ഞങ്ങൾ അതിലൊന്നും വഴിപ്പെടാതെ കേസിൻ്റെ വഴിക്ക് തന്നെ പോയതിൻ്റെ പേരിൽ നമുക്ക് ഇങ്ങനൊരു വിജയം ഉണ്ടാകാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് തന്നെ അമ്മയ്ക്കും അതുപോലെ തന്നെ അച്ഛനും ഒരു തണത് തന്നെയായിരുന്നു. അച്ഛനാ ഈ സംഭവം നടക്കുമ്പോൾ അച്ഛന് ഈ പ്രായം ചെന്നതുകൊണ്ട് പിന്നെ ഇച്ചിരി സംസാരിക്കാനുള്ള ഒരു എന്തുവാ പറയുന്ന ഒരു മെമ്മറി ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായി. എന്നാലും ഇവനാരും എടുക്കുന്ന ആശുപത്രി കൊണ്ടുപോകുന്നു അല്ല, അറിയാൻ വയ്യാതെ പോലും ആയി. മരിച്ചുപോയി. വളരെ സന്തോഷമുണ്ട്. ഈ നല്ലൊരു വിധി നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് നമുക്ക് വിധി വന്നത്. ഇനി അവർ അപ്പീൽ പോവുകയാണെങ്കിൽ ഞങ്ങളും അതുപോലെ തന്നെ പോകാനായിട്ട് തന്നെ ഇരിക്കും. ഒരു ജീവൻ്റെ വില ആയതുകൊണ്ട് അങ്ങേറ്റം നേരം പോകും. പ്രതീക്ഷിച്ചിരുന്ന് ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ കേസിന് വന്നപ്പോൾ ഞങ്ങൾ വിഷമിച്ചായിരുന്നു ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടായിരുന്നു. പ്രതീക്ഷ എന്ന് വെച്ചാൽ നമ്മൾ അത് ഇന്ന് കേസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരിത് വന്ന്. പക്ഷെ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെയാണ് വക്കീൽ ഞങ്ങളെ വിളിച്ച് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. 2022 നടന്നൊരു സംഭവമാണ് ആയിട്ട് ബന്ധപ്പെട്ട വിധിയാണ് ഇന്ന് വന്നത്. അതേ 2022 വെളുപ്പാങ്കാലത്ത് അതിരാവിലെ 2 മണിക്ക് നടന്ന സംഭവമാണ്. ഈ പ്രതികൾ കൊല്ലപ്പെട്ട അനിൽകുമാറിൻ്റെ വീട്ടിൽ അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും ഈ കതകിൽ തട്ടി ഈ വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് വിളിക്കുകയും അതിനുശേഷം അയാൾ ലൈറ്റിട്ട് കതക് തുറന്ന സമയത്ത് ഈ വെട്ടുകത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ആക്രമിക്കുകയാണ് ഉണ്ടായത്. അവർ ആ ആക്രമണത്തിൻ്റെ ഫലമായി തുടർന്ന് അയാൾ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. നമ്മൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 24ഓളം സാക്ഷികളെ വിസ്തരിച്ചു. ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റുകളായിട്ട് ഈ ആയുധങ്ങൾ ഉൾപ്പെടെ 15ഓളം മെറ്റീരിയൽ ഒബ്ജക്റ്റുകൾ നമ്മൾ ഈ കേസിലേക്ക് അക്കമിട്ടു. ഏതാണ്ട് 47ഓളം ഡോക്യുമെൻറ്റുകൾ മാർക്ക് ചെയ്തു. എന്നിട്ട് കോടതിയെ നമുക്ക് പ്രോസിക്യൂഷൻ്റെ കേസ് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ പ്രോസിക്യൂഷൻ്റെ കേസാണ് ശരി എന്ന് കോടതിയെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഈ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നീതി ബഹുമാനപ്പെട്ട ഈ സ്പെഷ്യൽ കോടതിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും
സന്തോഷകരമായ ഒരു വാർത്ത. അതിൽ അവർക്ക് ജീവപര്യന്തം തടവാണ് വിധിച്ചത്. ജീവപര്യന്തം തടവും എല്ലാവരും 50,000 രൂപ വെച്ച് പിഴ കൊടുക്കണം. ആ പിഴ പിന്നെ ഈ ഇരയുടെ അമ്മ കൊടുക്കണം. അത് കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം അനുസരിച്ചുള്ള തുക കൂടി നിശ്ചയിച്ച് ആ കുടുംബത്തിന് കൊടുക്കണം എന്ന് കോടതി പ്രത്യേകം പരാമർശമുണ്ട്. ഇപ്പം നിലവിൽ പ്രധാനമായിട്ടും കോടതി കണ്ടത് ആ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത സമയം വെളുപ്പാങ്കാലമാണ്, എല്ലാവരും ഗാഠനിദ്രയിലാകുന്ന സമയമാണ്. അപ്പോൾ ആ തിരഞ്ഞെടുത്ത സമയം, അതുകൂടാതെ ഈ ഉപയോഗിച്ച ആയുധം എവിടെയാണ്, ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് പരിക്കേൽപ്പിച്ചത്, മുഖം ഉൾപ്പെടെ തല ഉൾപ്പെടെ ശരീരം ഉൾപ്പെടെയാണ്. അപ്പം അതിൽ നിന്ന് കോടതിക്ക് കൃത്യമായി ബോധ്യമായി ഇതൊരു കൊലപാതകം തന്നെയാണ്, പ്രീ പ്ലാൻഡ് മർഡർ തന്നെയാണെന്ന് അത് കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എല്ലാം കൂടെ സംയോജിച്ച് കോടതിയെ നമ്മുടെ സത്യസന്ധത വെളിപ്പെടുത്താൻ കഴിഞ്ഞു. അതിന് ആ സാധാരണ കുടുംബത്തിന് കിട്ടേണ്ട നീതി കിട്ടി എന്നുള്ളതാണ് വളരെ സന്തോഷം. 449 അതനുസരിച്ച് 10 വർഷവും കൊലപാതകം 302 അനുസരിച്ച് ലൈഫും ജീവപര്യന്തവും 50,000 രൂപ വെച്ച് കോമ്പൻസേഷനുണ്ട്. കോമ്പൻസേഷൻ ഈ വിക്ടിമിൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. അമ്മയാണ് അവശേഷിക്കുന്നത്. ഇവിടെ ആ വീട്ടിൽ മൊത്തം 3 പേരാണ് ഉള്ളത്. ഒന്ന് ഈ കൊല ചെയ്യപ്പെട്ട അനിൽകുമാർ, പിന്നെ അവരുടെ അമ്മ, പിന്നെ പൂർണ്ണമായും തളർന്ന് കിടക്കുകയായിരുന്ന അവരുടെ അച്ഛൻ. അദ്ദേഹം മരണപ്പെട്ടു പോയി. അവരുടെ ഒരു അത്താണിയായിരുന്നു ഇയാൾ. ഈ വീട്ടിലെ ഒരു അത്താണിയായിരുന്നു അയാൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം നമുക്ക് അവർക്ക് നീതി തേടിക്കൊടുക്കാൻ കഴിഞ്ഞു. സത്യം വിജയിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്.